ഞാൻ ഈ നെറ്റ് ആദ്യം മാറ്റാവേ, എന്നിട്ട് ഈ നെറ്റിന് ഇടയ്ക്കൂടെ തന്നാൽ മതി കേട്ടോ. അങ്ങനെ ഈസി ആയിട്ടേ മാങ്ങ പറിക്കാനുള്ള തോട്ടി ടെറസിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത വീട്ടിലെ സാധനങ്ങളും നമ്മുടെ വീട്ടിലെ വേസ്റ്റും എന്തൊക്കെ വെളിയിൽ കിടക്കുന്നോ അത് മുഴുവൻ കൊണ്ടുവന്ന് ഈ ടെറസിലാക്കും. അതുപോലെ തന്നെ തുണി വിരിച്ചിട്ടാൽ അത് മുഴുവനും വന്നിരുന്ന് കാഷ്ടിച്ച് വെച്ചിട്ടും പോകും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇങ്ങനെ നെറ്റ് വലിച്ചു കെട്ടി. ഇതാകുമ്പോൾ ത്രൂ ആൻഡ് ത്രൂ എയർ പാസേജ് നടക്കും. നമുക്ക് ആവശ്യമുള്ളപ്പം ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് വേണേൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ മാങ്ങ പറിക്കാനായിട്ടും ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ. നമ്മുടെ ടെറസേ നമ്മളിങ്ങനെ നെറ്റിട്ടിരിക്കുകയാണ്. ചുറ്റും നെറ്റാണ്. ഇത് നമ്മുടെ കാക്കകളെയും പ്രാവിനെയും ഒക്കെ അകത്ത് കയറ്റാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇപ്പോഴേ നമ്മുടെ കാക്കകൾക്ക് ഈ തുണിയുടെ മുകളിൽ വന്നിരിക്കാൻ പറ്റില്ല. ഇതുണ്ട്, എല്ലായിടും ഫുള്ളായിട്ട് നമ്മൾ നെറ്റിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ ഫ്ലാറ്റുകളിലൊക്കെ പ്രാവൊക്കെ കയറാതിരിക്കാൻ കെട്ടുന്ന നെറ്റാണ്. അത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ടെറസൊക്കെ കെട്ടിയെന്നേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് പറയണ്ടേ. ഇത് നമ്മുടെ ഈ മെറ്റൽ ഉണ്ടല്ലോ, മെറ്റൽ ബാർ, ആ ബാറിൽ വെറും ടൈ ഇട്ട് കെട്ടിയിരിക്കുകയാണ് മുകൾ പോർഷനിൽ. താഴെയാണെങ്കിലോ കാണിക്കാം. നെറ്റിൻ്റെ മറ്റേ അറ്റം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സി ഹുക്കിലാണ്. ഇത് നമ്മൾ അയയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഹുക്ക് തന്നെയാണ്. ഇത് നമ്മുടെ ഭിത്തിയിൽ അടിച്ചിരിക്കുക. ആവശ്യാനുസരണം നമുക്ക് ഈ ഹുക്കിലേക്ക് നമുക്ക് നെറ്റിനെ വലിച്ചിടുകയും ചെയ്യാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളകിപ്പോരും. അപ്പോൾ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് എപ്പോൾ വേണേലും ഇടാനും ഊരാനും പറ്റും. അപ്പം നമ്മുടെ നെറ്റിനെ ഈ ഹുക്കിൽ നിന്ന് അങ്ങ് വിടിയിക്കുക. ഇനി നമുക്കിത് പൊക്കി വെക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ ആവശ്യാനുസരണം ഇത് പൊക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യും. ഇടയ്ക്കൂടെ നമ്മുടെ തോട്ടിയെ ഇടുക. നമ്മൾ എയിം ചെയ്തിരിക്കുന്നത് നമ്മുടെ മാങ്ങ. നമ്മൾ ഇന്ന് പറിച്ചില്ലെങ്കിൽ ഇത് നാളെ കാക്കയോ അണ്ണാനോ കിളികളോ ഒക്കെ കൊണ്ടുപോകും. നമ്മുടെ മാങ്ങ പറിക്കൽ കഴിഞ്ഞു. ഇനി നമ്മുടെ തോട്ടിയെ വന്ന വഴി തന്നെ താഴേക്ക് ഇറക്കിയേക്കാം. ഇങ്ങനെ അങ്ങ് ഇറക്കി കൊടുക്കാം. ഇതിങ്ങനെ വലിച്ചെടുക്കുക. ഇത് നമ്മുടെ ഹുക്കിലോട്ട് ഹുക്ക് ചെയ്യുക.